സ്വർഗരാജ്യം സ്ഥാപിക്കാൻ വന്ന കർത്താവിൻ്റെ വാക്കുകൾ തിരസ്കരിച്ചപ്പോൾ സ്വന്തം രാജ്യവും നഷ്ടപ്പെട്ടു. അവർക്ക് ദൈവരാജ്യവും എത്തിപ്പിടിക്കാൻ കഴിയുന്ന ദൂരത്തിലായിരുന്നുവെങ്കിലും അതും നഷ്ടപ്പെട്ട് യഹൂദനെല്ലാം നഷ്ടപ്പെട്ടവനായി കഴിഞ്ഞ 2000 വർഷത്തോളം ലോകത്തിൻ്റെ അറുതി വരെയും അവൻ ചിതറിക്കപ്പെട്ട് കിടന്നു. ബാബിലോണിനും അപ്പുറത്തേക്കും അവർ നാട് കടത്തപ്പെട്ടവരായി തീർന്നു. എന്നാൽ ഈ 2000 വർഷം കർത്താവ് ഒരു പണി ചെയ്തു. സ്വർഗത്തിൽ നിന്നും നിയമിതനായ അപ്പസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ, പിതാവായ ദൈവത്താലും കർത്താവായ യേശുക്രിസ്തുവിനാലും അപ്പസ്തലനായിരിക്കുന്ന പൗലോസ്. അപ്പോൾ ദൈവത്താലും പുത്രനായ ക്രിസ്തുവിനാലും അപ്പസ്തലനായിരിക്കുന്ന പൗലോസിന് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ ലഭിച്ച ആ കൃപയുടെ സുവിശേഷമാണ് ന്യായപ്രമാണം കൂടാതെയുള്ള ഒരു രക്ഷാമാർഗം. അല്ലെങ്കിൽ ശബത്തനുസരിച്ചിട്ടോ അല്ലെങ്കിൽ പരിച്ഛേദന ചെയ്തിട്ടോ അല്ലെങ്കിൽ ജനസ്നാനം ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവൃത്തികളോ ചെയ്തിട്ടോ അല്ലാത്ത വിശ്വാസത്താലുള്ള ഒരു രക്ഷാമാർഗം തുറന്നുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയുള്ള സൗജന്യ രക്ഷാമാർഗം, ക്രൂശിൻ്റെ വചനം എന്ന് പറയുന്നൊരു വചനം ദൈവം പൗലോസിന് നൽകുകയും പൗലോസ് അത് പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ പ്രസംഗത്തിലൂടെയാണ് റാപ്ചർ വരെ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ വിശ്വസിക്കേണ്ട സുവിശേഷം ആ കൃപയുടെ സുവിശേഷമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.